ദുരന്തബാധിത മേഖലകളിൽ തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുമ്പോൾ ഇന്നത്തെ തെരച്ചിലിൽ ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. മുണ്ടേരി തലപ്പാലിയിൽ നടത്തിയ തെരച്ചിലിലാണ് ശരീരഭാഗം കണ്ടെത്തിയത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചാലിയാറിന്റെ തീരപ്രദേശമാണ്. ചാലിയാറിന്റെ തീരത്ത് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് നടക്കുന്ന പരിശോധനയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനം, പുനരധിവാസവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് അവിടെ കാര്യങ്ങൾ അടുക്കുന്നു. പുനരധിവാസം ഏറ്റവും പ്രധാനമായി ഏത് നിലയ്ക്ക് നടപ്പാക്കണമെന്നത് സംബന്ധിച്ചും വിദഗ്ധ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് റിപ്പോർട്ടടക്കം സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടാകും. തിയോഫിൻ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിയോഫിൻ, തിരച്ചിലിൽ ഇപ്പോൾ ഒരു ശരീരഭാഗം കൂടി ലഭിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായ വിവരം പുറത്തുവരുന്നുണ്ട്. ഒപ്പം തന്നെ വിദഗ്ധ സമിതിയുടെ സന്ദർശനം ഇന്നു മുതൽ 3 ദിവസം ഉണ്ടാകുമെന്ന് അറിയിപ്പുണ്ട്. ഏത് നിലയ്ക്ക് ഇപ്പോൾ അവിടെ തിരച്ചിലും ഒപ്പം തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളും മുന്നോട്ടു പോകുന്നു? കാവ്യ, തിരച്ചിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചാലിയാർ മേഖലയിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. മുണ്ടക്കൈ മുതൽ അതായത് ഉരുൾപൊട്ടലിൽ ഏറ്റവും കൂടുതൽ ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായ മേഖലയിലെ തിരച്ചിൽ കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ എല്ലാ ഭാഗത്തും സൂക്ഷ്മമായി തന്നെ തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇനിയൊന്നും കിട്ടില്ല എന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് തെരച്ചിൽ പൂർണ്ണമായും ഈ ചാലിയാർ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചത്. അവിടെ കാട്ടിനുള്ളിൽ ഉൾപ്പെടെ 4 സോണുകളായി തിരിച്ചാണ്. ഈ ചാലിയാറിൻ്റെ തീരത്തുള്ള ഭാഗത്ത് നിലമ്പൂർ മേഖലയിൽ നിന്നുമാണ് ഒരു ശരീരഭാഗം കണ്ടെത്തിയത്. ഇവിടെ തിരച്ചിൽ അത് ഇന്നലെ തന്നെ കഴിഞ്ഞ റവന്യൂ മന്ത്രി വ്യക്തമാക്കിയതാണ്. ചാലിയാറിൻ്റെ തീരം കേന്ദ്രീകരിച്ചാണ് കുറച്ചുകൂടി കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് നടത്തുക എന്ന് അറിയിച്ചിരുന്നു. കാരണം ഇന്നലെയും അവിടെ നിന്ന് 2 ശരീരഭാഗങ്ങൾ കിട്ടിയിരുന്നു. ആ സാഹചര്യത്തിലാണ് തെരച്ചിൽ അവിടേക്ക് തന്നെ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. അതോടൊപ്പം വനമേഖലയിലും NDRFൻ്റെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ തെരച്ചിലും നടക്കുന്നുണ്ട്. എന്തായാലും തെരച്ചിൽ ഏറ്റവും കൂടുതൽ ഈ ചാലിയാർ മേഖല കേന്ദ്രീകരിച്ചാണ്. ആദ്യ ദിവസങ്ങൾ മുതൽ തന്നെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതും. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ചാണ് ഇനി തെരച്ചിൽ. ഇതിനോടൊപ്പം ഇനി സർക്കാരിന് മുന്നിൽ ബാക്കിയുള്ളത് പുനരധിവാസമാണ്. ഇതിനിടയിൽ വിദഗ്ധ സമിതിയുടെ സന്ദർശനം ഇന്ന് നടക്കുന്നു. വിദഗ്ധ സമിതിയുടെ പഠനത്തിന് വേണ്ടിയുള്ള ഒരു സന്ദർശനം നടക്കുന്നുണ്ട്. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയും ഒപ്പം മറ്റ് 5 വിദഗ്ധരും കൂടി ചേർന്നുള്ള 6 അംഗ സംഘമാണ് വിദഗ്ധ പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത്. രാവിലെ 10 മണിയോടെ ചൂരൽമലയിൽ നിന്നും അവർ മുകളിലേക്ക് പോയി പരിശോധന നടത്തി വരുന്നത് ഏറ്റവും മുകൾ ഭാഗത്തു നിന്നാണ്. ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടം മേഖലയിൽ നിന്ന് താഴേക്കാണ് പരിശോധന നടത്തി വരിക. കാരണം ഈ ഏറ്റവും ആദ്യമായി ഇവർക്ക് പരിശോധിക്കേണ്ടത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാനിടയായ സാഹചര്യങ്ങൾ, അതിന് മഴ ഒരു പ്രധാന കാരണമാണ് എന്ന് ഡോക്ടർ ജോൺ മത്തായി നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അതായത് 30 സെൻറ്റിമീറ്ററിലധികം മഴ പെയ്തു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഉരുൾപൊട്ടലിന് ഏറ്റവും മതിയായ കാരണമാണ്. അതിൻ്റെ ഈ ഒരു സാഹചര്യത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അവിടെ മണ്ണിനുണ്ടായ മാറ്റങ്ങൾ, ഈ ഉരുൾപൊട്ടൽ ഇത്ര ശക്തമായ ഒരു ഉരുൾപൊട്ടൽ ഒന്നിലധികം തവണ ഉണ്ടാവുകയും ചെയ്തു. അതിന് ഇടയായ മണ്ണിൻ്റെ അല്ലെങ്കിൽ ഈ മണ്ണിൻ്റെ ഘടനയ്ക്ക് എന്താണ് അങ്ങനെ ഇത്ര അധികം ഈ ഉരുൾപൊട്ടലിൽ പാറക്കല്ലും മറ്റും ഉൾപ്പെടെ മണ്ണുൾപ്പെടെ ഇടിഞ്ഞ് പോരാനിടയ ഒരു സാഹചര്യത്തിനുള്ള ഇടയാക്കിയ ആ ഒരു മണ്ണിൻ്റെ ഘടന, അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഒപ്പം എത്ര വ്യാപ്തിയിൽ ഉരുൾപൊട്ടൽ നാശനഷ്ടമുണ്ടാക്കി എന്നതും, ഇതുകൂടാതെ ഇതിൻ്റെ ഇതുണ്ടാക്കിയ മാറ്റങ്ങളുണ്ട്. ഭൗമ ഉപരിതലത്തിൽ ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയ മറ്റ് വ്യതിയാനങ്ങൾ, ചുറ്റും എത്ര സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നത് അത് പഠന വിധേയമാക്കും. അതോടൊപ്പം തന്നെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ സെക്ഷനായി തിരിച്ച് മുകൾ മുതൽ പുഞ്ചിരിമട്ടം മുതൽ താഴേക്ക് ഇതിൻ്റെ പഠനം തയ്യാറാക്കി വിശദമായി തന്നെ ഇത് പഠിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ ഇതിൻ്റെ, അതായത് ഈ ഇരുഭാഗത്തും ഏറ്റവും കൂടുതൽ ജനവാസ മേഖല ഉണ്ടായിരുന്നത് ഈ മുണ്ടക്കൈ മുതൽ പുഞ്ചിരിമട്ടം വരെയുള്ള മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്താണ് പ്രധാനമായും പഠനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവിടെ മറ്റ് ഭാഗങ്ങളിൽ അവശേഷിക്കുന്ന വീടുകൾ കുറേയുണ്ട്, ജനവാസ മേഖലകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ കേടുപാടുകൾ വരാതെ വന്നിട്ടുള്ള വീടുകൾ, ആ വീട് നിലനിൽക്കുന്ന മണ്ണിന് എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായിട്ടുണ്ടോ, ആ വീടുകൾക്ക് തകർച്ചാ ഭീഷണി ഇനി ഉണ്ടാകുമോ, അവിടെ ഇനി ആളുകൾക്ക് ഒരുപക്ഷെ ക്യാമ്പുകളിലേക്ക് മാറിയവരും ബന്ധുവീടുകളിലേക്ക് മാറിയവരുമുണ്ട് ഇവിടെ നിന്ന് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ കേടുപാടുകളില്ലാത്ത വീടുകളിലേക്ക് തിരിച്ചു വന്നവർക്ക് താമസിക്കാൻ കഴിയുമോ എന്ന് പലരും ആരായുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു അപകട സാധ്യത ഇനി ഇല്ല, മണ്ണിടിച്ചിൽ സാധ്യതയോ മറ്റോ ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം പ്രദേശങ്ങളിൽ. കാരണം ചെരിവുള്ള പ്രദേശമാണ്. അങ്ങനെ അപകട സാധ്യതയൊന്നുമില്ല എന്ന് ബോധ്യമായെങ്കിൽ മാത്രമേ
ഇവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീടുകളിലേക്ക് തിരിച്ചു വരാൻ സർക്കാർ അനുവദിക്കൂ. അതിനും ഈ റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വ്യക്തമായ റിപ്പോർട്ട് ലഭിക്കേണ്ടത് ആവശ്യമാണ്. ഇതുകൂടാതെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് പരിശോധനകളും ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 ദിവസത്തിനുള്ളിൽ ഈ പരിശോധന പൂർത്തിയാക്കാനാണ് വിദഗ്ധ സംഘം ലക്ഷ്യമിടുന്നത്. വളരെ വേഗം തന്നെ ഈ പഠനം പൂർത്തിയാക്കി ഇത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശദമായ പഠന റിപ്പോർട്ട് വളരെ വേഗം സർക്കാരിന് നൽകേണ്ടതുണ്ട്. ഇതിനിടയിൽ സർക്കാരിന് താൽക്കാലിക പുനരധിവാസം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ മാസം തന്നെ ഈ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് തിയോഫിൻ. അപ്പോൾ അതിനിടയിൽ ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ മറ്റ് സംഘങ്ങളും അവിടെ പരിശോധന ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അടക്കം നേതൃത്വത്തിൽ അവിടെ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു കൂടിയാലോചന അതിനുശേഷമുള്ളൊരു സമഗ്രമായ റിപ്പോർട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? കാവ്യ, എന്തായാലും ഇത് പ്രത്യേകം അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൃഷി വകുപ്പിന് നടത്തേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മണ്ണിൽ ഇനി കൃഷി നടത്താൻ സാധിക്കുമോ എന്ന കാര്യം കൂടി. അതോടൊപ്പം എത്രത്തോളം കൃഷിനാശമുണ്ടായി, ഇത് ഏത് രീതിയിൽ കൃഷി ഉപജീവനമാക്കിയ ആളുകളെ ബാധിച്ചു എന്നത് പഠനം നടത്തേണ്ടതുണ്ട്. കാരണം എത്രത്തോളം നാശനഷ്ടമുണ്ടായി, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഈ മേഖലയിൽ കൃഷിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഒട്ടേറെ കർഷകരുടെ കൃഷിഭൂമി തന്നെ ഒലിച്ചു പോയിട്ടുണ്ട്. കൃഷി നാശം വന്നിട്ടുണ്ട്. കർഷകർ ജീവൻ നഷ്ടപ്പെട്ട കർഷകരുണ്ട്. വീടുകൾ ഉൾപ്പെടെ കൃഷിഭൂമി ഉൾപ്പെടെ നഷ്ടപ്പെട്ടവരുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. തന്നെയുമല്ല, ഈ വെള്ളം ഈ നമ്മൾ നിൽക്കുന്ന ഈ ചൂരൽമല വരെയുള്ള ഭാഗം മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തും ധാരാളം കൃഷി നാശമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷിനാശത്തെക്കുറിച്ചൊരു വിലയിരുത്തലുണ്ട്. അത് ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ കൃഷി വകുപ്പിൻ്റെ പഠനമുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മറ്റു കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. റവന്യൂ വകുപ്പിന് ഈ എത്രത്തോളം ഭൂമി നാശം, ഈ കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള അതെല്ലാം എത്രത്തോളം, അതായത് വസ്തു എന്ന രീതി, അതായത് കെട്ടിടം, ഭൂമി എന്ന നിലയിലുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ച് പഠനം നടത്തണം. കൃഷിയെക്കുറിച്ച് പഠനം നടത്തണം. ഇതെല്ലാം വിലയിരുത്തേണ്ടതുണ്ട്. പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് നേരത്തെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നഷ്ടങ്ങൾ വിലയിരുത്തുക മാത്രമാണ് വിശദമായി ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പിനും ഏറ്റവും കൂടുതൽ പരിശോധന നടത്തേണ്ട ഒരു സമയം കൂടിയാണിത്. എന്തെങ്കിലും രീതിയിൽ ഇനിയും പകർച്ചവ്യാധിയുള്ള സാധ്യതയോ മറ്റോ ഉണ്ടോ, അതോടൊപ്പം ഈ വെള്ളത്തിൻ്റെയും മറ്റ് ജീവിത ചുറ്റുപാടുകളുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. ഈ ചെളിയും വെള്ളവും കയറിയ വീടുകളുടെ അവിടെ എത്രത്തോളം അത് ഇനി ആളുകളെ അവിടെ കൊണ്ടുവരാൻ പറ്റുമോ, ആളുകൾക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയുമോ എന്ന കാര്യം നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല സെക്ഷനുകളായി പരിശോധന നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മറ്റൊരു പരിശോധന നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇന്നത്തെ വിദഗ്ധ സംഘത്തിൻ്റെ പഠനം കൂടാതെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് ഈ കൃഷി വകുപ്പും ആരോഗ്യവകുപ്പും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്നത്. അതും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം താൽക്കാലിക പുനരധിവാസം ഈ റിപ്പോർട്ടിന് വേണ്ടി സർക്കാർ കാത്തിരിക്കില്ല. അത് വളരെ വേഗം തന്നെ വാടക വീടുകളിലേക്കോ മറ്റ് ക്വാർട്ടേഴ്സുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഇതിൽ ആർക്കും തന്നെ എവിടെ താമസിച്ചാലും, സർക്കാർ നൽകുന്ന വാടക വീട്ടിൽ താമസിച്ചാലും, ബന്ധുവീടുകളിലേക്ക് താമസം മാറിയാലും, മറ്റെവിടെയെങ്കിലും താമസം മാറിയാലും, ഒരുപക്ഷെ വാസയോഗ്യമായ വീടുകൾ, കേടുപാട് വരാത്ത വീടുകളുണ്ടെങ്കിൽ അവിടെ പോയി നിന്നാൽ പോലും ഇവർക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരമോ മറ്റ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ആർക്കും നഷ്ടപ്പെടില്ല. എല്ലാവരെയും പരിഗണിക്കുമെന്ന് റവന്യൂ മന്ത്രി ഇന്നലെ ഒന്നുകൂടി നമ്മളോട് വ്യക്തമാക്കിയിരുന്നു.